ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഗുരു തൻ്റെ മുറിക്ക് പുറത്ത് നിലത്ത് എന്തോ തിരയുന്നത് കണ്ട് ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്താണ് അവിടെ അന്വേഷിക്കുന്നത്? ഗുരു പറഞ്ഞു, എൻ്റെ സൂചി നഷ്ടമായി, അത് തിരയുകയായിരുന്നു. ശിഷ്യന്മാരെല്ലാവരും ഗുരുവിൻ്റെ സൂചി തിരയാനായിട്ട് കൂടി. എന്നാൽ വൈകുന്നേരമായിട്ടും സൂചി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശിഷ്യന്മാരിൽ ഒരാൾ ഗുരുവിനോട് ചോദിച്ചു, ഇവിടെ തന്നെയാണ് സൂചി നഷ്ടമായതെന്ന് താങ്കൾക്ക് ഉറപ്പാണോ? ഗുരു പറഞ്ഞു, അല്ല, സൂചി നഷ്ടമായത് എൻ്റെ മുറിയിലാണ്. പക്ഷെ അവിടെ ആവശ്യത്തിന് വെളിച്ചമില്ല, അതുകൊണ്ടാണ് ഈ വെളിച്ചമുള്ളയിടത്ത് സൂചി തിരയുന്നത്. ശിഷ്യന്മാർക്ക് ദേഷ്യവും പുച്ഛവും ഒക്കെ തോന്നി. അവർ ചോദിച്ചു, സൂചി നഷ്ടമായത് മുറിയിലാണെങ്കിൽ അവിടെയല്ലേ തിരയേണ്ടത്, അല്ലാതെ ഇവിടെ തിരഞ്ഞിട്ട് എന്താ കാര്യം? ഗുരു പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം, പക്ഷേ പരമമായ ആനന്ദം കണ്ടെത്തുന്ന കാര്യത്തിൽ നിങ്ങളെന്താ ഈ കാര്യങ്ങളൊന്നും പ്രയോഗിക്കാത്തത്? നിത്യമായ രാജ്യത്തിലേക്ക് ആവശ്യമായ വകകൾ എന്തൊക്കെയാണെന്നും എവിടെ തിരയണമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പോഴും അതൊന്നും അന്വേഷിക്കാതെ ലോകമോഹങ്ങളുടെ പിന്നാലെ നിങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ശരിയായ വഴിയെക്കുറിച്ച് ഗുരു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. ഇന്ന് നമ്മളിൽ പലരും ഇതുപോലെയാണ്. നിത്യമായ രാജ്യത്തിലേക്ക് ആവശ്യമുള്ളവ സമ്പാദിക്കാൻ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. വിശുദ്ധിയിൽ ജീവിക്കുക, ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുക, പ്രാർത്ഥനകളിലൂടെ ദൈവവുമായുള്ള ബന്ധം നിലനിർത്തുക തുടങ്ങിയവ. പക്ഷെ ഇതെല്ലാം ചെയ്യുക എന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. അതിനാൽ എളുപ്പമായ വഴി കണ്ടെത്തി അതിലൂടെ സഞ്ചരിക്കാനാണ് പലർക്കും താല്പര്യം. വിശുദ്ധ മത്തായി 7:13-14 വാക്യങ്ങൾ, ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഗിരിപ്രഭാഷണത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് തന്നെയാണ്. വഴികൾ ഇരുട്ടേറിയതാകാം, വീതി കുറഞ്ഞതുമാകാം, കാഠിന്യമേറിയതാകാം, പക്ഷേ വഴികൾ വിട്ടുമാറി നടക്കുന്നവരാകരുത്. ക്രിസ്ത്യാനി എന്ന പേരിന് അർഹനായി ജീവിക്കുക എന്നത് വളരെ സുഗമമായ ഒന്നാണ്. എന്നാൽ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാവുക എന്നത് അല്പം പ്രയാസം നിറഞ്ഞതാണ്. ആ ശിഷ്യത്വത്തിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഇടുക്കമാണോ കല്ലും മുള്ളും നിറഞ്ഞതാണോ എന്നൊന്നും ചിന്തിക്കാതെ സത്യവഴി തിരഞ്ഞെടുക്കുക എന്നതാണ് പ്രധാനം. ആ വഴിയിലൂടെ നിത്യമായ രാജ്യത്തിലേക്ക് എത്തുവാൻ ഏവർക്കും സാധിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൻ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൻ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി? നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി? സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ.